ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ്ലി ജോ. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ ഈ വീഡിയോ ഇടുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനും കൂടി വേണ്ടിയിട്ടാണ്. ഞാൻ മുൻപേ നമ്മൾ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എനിക്ക് എന്റെ സ്വന്തം നാടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേ തന്നെ വീടും കാര്യങ്ങളും എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട് മാറി. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസമായിട്ട് എനിക്ക് കമന്റ് ഇന്നത്തെ കമന്റിന് ഇന്നലത്തെ കമന്റിനൊക്കെ കൃത്യമായ മറുപടികളൊന്നും തരാൻ പറ്റാണ്ടിരുന്നത്. എല്ലാവരും അതുകൊണ്ട് ക്ഷമിക്കുക. അതേപോലെ ഇന്നിപ്പോ നിങ്ങൾക്കറിയാലോ, ഒരു വീട് മാറുക എന്ന് പറയുമ്പോൾ ഒരു പുതിയ വീട് വെച്ച് മാറുന്ന പോലെ തന്നെയാണ്. എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് നമ്മൾ എടുത്തുകൊണ്ട് വരിക, ഇവിടെ വന്നിട്ട് അത് റീസെറ്റ് ചെയ്യുക, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എല്ലാം കൂടി. അതിനിടയ്ക്ക് തോരാത്ത മഴയും, കേരളം ഫുള്ള് വെള്ളപ്പൊക്കത്തിന്റെ ഭീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ മലപ്പുറം ജില്ലയിലും അത് തന്നെയാണ് അവസ്ഥ. നല്ല മഴയാണ്, വരുന്ന വഴിക്കൊക്കെ ഫുള്ള് ചെളിക്കുളങ്ങളും അതൊക്കെ താണ്ടിയിട്ട് വേണം സത്യം പറഞ്ഞ ഒരു വണ്ടി നമ്മളെ ലൊക്കേഷനിൽ എത്തിപ്പെടാനും. അതേപോലെ തന്നെ തിരിച്ച് സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. 2-3 ട്രിപ്പായിട്ടൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്നത്. ഒരുപാട് സാധനങ്ങളില്ല, ഞങ്ങൾ കൊണ്ടുവന്നത് നമ്മുടെ കസിന്റെ ഒരു ആപ്പ ഗുഡ്സിലാണ് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെയൊക്കെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണം 2-3 ട്രിപ്പ് കൊണ്ടൊക്കെയാണ് തീർത്തത്. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ആദ്യം താമസിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നാളെ ഇനി കുറച്ച് ബിസിയാണ്. നാളെ അല്ല, മറ്റന്നാളാണ്. നാളെ എനിക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എനിക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ പോകണം. അപ്പൊ അതിന് വേണ്ട ബുക്കിങ്ങുകൾ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ പോയിട്ട് ചെറിയ രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ. പക്ഷെ നമുക്ക് വേണ്ട റിസൾട്ട് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പൊ വേറെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് നാളെ. അപ്പൊ നാളെ നമ്മൾ കുറച്ച് ബിസിയാണ്, മറ്റന്നാളും ബിസിയാണ്. അപ്പൊ ഇനി അഡ്രസ്സിൽ നമ്മൾ ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് കിട്ടിക്കോണമെന്നില്ല. കാരണം എനിക്ക് തിരിച്ചിപ്പോ എന്റെ നാട്ടിൽ പോകാനും എടുക്കാനൊന്നും പറ്റില്ല. ഇന്നും 10-30-ലേറെ ലെറ്ററുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പോകുന്നതിന്റെ തലേ ദിവസം വരെ എത്ര ലെറ്റർ വന്നു കഴിഞ്ഞാലും, അതായത് CV-കൾ വന്നാൽ ഞാനത് റിസീവ് ചെയ്യുന്നതാണ്. എത്ര CV-കൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ അതിനകത്ത് പറയുന്നതാണ്. അപ്പോ എത്ര ആളുകളുടെ കിട്ടിയിട്ടുണ്ട്, എത്ര എണ്ണം ഉണ്ട്, എന്നെ നേരിട്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ കൊണ്ടു തന്നിട്ടുള്ള CV-കൾ എത്ര എണ്ണം ഉണ്ട്, എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയാം. അതിനെ പല പല കാറ്റഗറിയിലേക്ക് വെച്ചിട്ട് ഏതൊക്കെ കാറ്റഗറിയിലുള്ള ജോബുകൾക്കാണ് ആൾക്കാർ നമ്മളെ സമീപിച്ചേക്കുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവരെയൊക്കെ അതിനൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ ഡെലിവറി ജോബിന്റെ കാര്യം, തലഭാത്തിന്റെ കാര്യം. തലഭാത്ത് മാത്രമല്ല, അവിടെ നൂണുണ്ട്, ഡെലിവറോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കമ്പനിയിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ഞങ്ങളെല്ലാവരും നല്ല ബിസി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ സമയം രാവിലെ 9 മണിയോട് അടുത്തു, 8:30 കഴിഞ്ഞു. സാധാരണ നോർമലി നമ്മൾ അങ്ങനെയാണ് എനിക്ക്. പക്ഷെ ഇന്നലെ ഭയങ്കര ടയേർഡായിരുന്നു. കാരണം രാത്രി ഏകദേശം 3 മണിയോട് കൂടിയൊക്കെയാണ് യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ എങ്ങനെയാണോ ഉറങ്ങുന്നത് ആ ഒരു ടൈമിനോട് അനുബന്ധ ടൈമിൽ തന്നെയാണ് ഇവിടെ വന്നപ്പോഴും ഉറങ്ങാറുള്ളത്. ഇവിടെ വരുമ്പോൾ നാട്ടിൽ സാധാരണ എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഉറങ്ങാറുള്ളത്. പക്ഷെ വളരെ കുറഞ്ഞ ടൈം മാത്രമേ ഉറങ്ങാറുള്ളൂ. പക്ഷെ ഇന്നലെ നമ്മളൊരു 10-12 മണിയൊക്കെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തു, 10-12 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ കടന്നു എല്ലാവരും. പക്ഷെ ഉറങ്ങി നല്ലൊരു 8-8:30 ആയപ്പോഴാണ് എഴുന്നേറ്റ്. അത്രയും വർക്കാണ്. കാരണം ഇവിടെ ഫുള്ള് തൂത്ത് തുടച്ച് വൃത്തിയാക്കി അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഇവിടേക്ക് ഇപ്പൊ താമസം മാറ്റിയത്, പുതിയ വീട്ടിലേക്ക് നമ്മൾ മാറിയത്. ഞാൻ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനൊരു ദിവസം ലൈവിൽ വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ എന്നാണെന്നുള്ളത് കൃത്യസമയം ഞാനൊരു ഷോർട്സിന്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. കാരണം എന്ന് പറയുന്നത്, കുറെ ആളുകൾക്ക് വരാൻ പറ്റാത്തവർക്കൊക്കെ വേണമെങ്കിൽ ആ സമയത്ത് എന്നോട് നേരിട്ട് സംസാരിക്കാം. അതേപോലെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ ഫാമിലി, വൈഫ്, കൊച്ചിനെ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അത്യാവശ്യം ഒരു വലിയ ലൈവ് തന്നെ പോരാന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത് കുറെ നാളത്തെ എന്റെ കൂടി ആഗ്രഹമാണ്. കാരണം ആളുകളോട് നേരിട്ട് ഒരുപാട് ആളുകൾക്ക് ഞാൻ എല്ലാ ദിവസവും ഇൻട്രോ പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ആളുകൾ നമുക്ക് പുതിയതായിട്ട് വരുന്ന ആളുകളാണ്. ഇവർക്കൊന്നും നമ്മുടെ ചാനൽ എന്താണെന്നോ ഞാൻ എന്താണെന്നോ അല്ലെങ്കിൽ ഒന്നും ഒരു അറിവില്ലാത്ത ആളുകളാണ് നമ്മുടെ എല്ലാ ദിവസവും തന്നെ നമ്മുടെ ചാനലുകളിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ചാനലിൽ വരാറുള്ളത്. അപ്പൊ എല്ലാവരും നമുക്ക് ഒരുപോലെ തന്നെയാണ്. കാരണം എന്ന് പറയുന്നത്, എല്ലാവരും ജോലി അന്വേഷിച്ചിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ആരുടെ അടുത്തും സർവീസ് ചാർജ് മേടിക്കാറില്ല, ഇനിയൊട്ട് മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആരും തന്നാൽ പോലും പലരും വന്നവരിൽ പല ആളുകളും എന്നോട് പറഞ്ഞു ഞാൻ സർവീസ് ചാർജ് തരാം. പക്ഷെ ഞാൻ പറഞ്ഞത് വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഈ ഓഗസ്റ്റോട് കൂടി തീരുമാനിച്ചൊരു കാര്യമുണ്ട്. അതായത് 1-2 പേര് നമ്മളെ കൊണ്ട് പറ്റുന്നത്, ഞങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്, നമ്മളിതൊരു സഹായം പോലെയാണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ചാനൽ വഴി എല്ലാവർക്കും ഒരു സഹായം, ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഒരു ജോലി നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ ഒത്തിരി പേർക്ക് ജോബ് കിട്ടുന്നു. അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം, നമുക്ക് ഒരുപാട് അനുഗ്രഹവും കിട്ടുന്നുണ്ട് ദൈവത്തിന്റെ അടുത്ത്. കാരണം നമ്മളൊക്കെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് കരകയറാൻ വേണ്ടിയിട്ട് അവരുടെയും കൂടി പ്രാർത്ഥന കൊണ്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് കയറുന്നത്. അതേപോലെ തന്നെയാണ്
നമ്മൾ ഓഗസ്റ്റ് മാസത്തിൽ 1-2 പേരൊക്കെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് ആർക്കെങ്കിലും ഒക്കെ അതേപോലെ സഹായിക്കാൻ സന്നദ്ധരായിട്ടുള്ള നമ്മൾ ജോലി മേടിച്ചു കൊടുത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒക്കെ തരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് നമുക്ക് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആരുടെ ഒരു രൂപ പോലും ഞാൻ ഈ കാര്യത്തിന് മേടിക്കില്ല. കാരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ജോലി കണ്ടുപിടിക്കുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ജോലി മേടിച്ചു തരുന്നത്. അപ്പൊ അതിന് നമ്മൾ പൈസ മേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഒരു ഏജന്റോ അല്ലെങ്കിൽ എനിക്ക് ഒരു ഏജന്റുമാരുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ഒരു കാര്യമില്ല. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ലൊരു ജോലിയുണ്ട്. ആ ജോലി കൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോവുകയും എൻ്റെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ഭദ്രമായിട്ട് പോവുകയും ചെയ്യും. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് മറ്റു അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ഇതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒത്തിരി ആളുകൾക്ക് നമുക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റും. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ജോബിന്റെ കാര്യങ്ങൾ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഇടുന്നുണ്ട്. അത് കുറെ മാക്സിമം ജോബുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ, അതായത് നമ്മളെ അറിയിക്കാനും നമുക്ക് കൂടുതലായിട്ട് ജോബുകൾ വരാനും വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടാൻ വൈകുന്നത്. കാരണം അത്രയെങ്കിലും ആളുകൾക്ക് ഇന്ന ജോബുകൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ല കാര്യമല്ലേ. കാരണം അത്രയും വേക്കൻസികൾ നമ്മൾ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതോട് അനുസരിച്ച് നമുക്ക് വേക്കൻസികൾ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. മാക്സിമം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട്, ഇപ്പൊ ജോബ് കിട്ടിയ ആളുകളൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നത് വളരെ കുറവായിരിക്കും. കാരണം അവര് ജോബ് കിട്ടി കഴിഞ്ഞത് നമ്മളൊരു എന്റർടൈൻമെന്റ് അല്ലല്ലോ. അതായത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലികൾ മേടിച്ചു കൊടുക്കുന്ന ഒരു ചാനലായതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് പ്രത്യേകമായിട്ട് എല്ലാ ദിവസവും ഒരേ കണ്ടന്റ് അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും ഇടാറുള്ളത്. അതുകൊണ്ട് ജോബ് കിട്ടിയ ആളുകൾ എല്ലാവരും വന്നിട്ട് അല്ലെങ്കിൽ ഇത് കാണുന്നുണ്ടെന്നൊന്നും ഞാനും വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വിശ്വസിച്ച് കഴിഞ്ഞാലും നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ വീണ്ടും കാണുന്നുണ്ടെങ്കിൽ ജോബ് കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ സ്ഥാപനങ്ങളിൽ വേക്കൻസികൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുകയാണെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ജനങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു.